ടോക്സിക്, ദളപതി 69, ഗെയിം ചേഞ്ചർ തുടങ്ങി നിരവധി സിനിമകളാണ് ഈ വർഷം തിയേറ്ററുകളിൽ എത്താൻ പോകുന്നത്. 2025-ൽ സിനിമാ പ്രേമികൾ ഒരുപാട് ചിത്രങ്ങൾക്കായി കാത്തിരിക്കുന്നുണ്ട്. ഋഷഭ് ഷെട്ടിയുടെ കാന്താര 2 മുതൽ ലോകേഷ് കനകരാജിന്റെ ബെൻസ് വരെ ഈ ഒരു ലിസ്റ്റിലുണ്ട്. 2025-ലെ ഏറ്റവും പ്രതീക്ഷയോടെ കാത്തിരിക്കുന്ന ഇന്ത്യൻ സിനിമകൾ ഏതൊക്കെയെന്ന് നോക്കാം. ഇന്ത്യയൊട്ടാകെ ചലനം സൃഷ്ടിച്ച സിനിമയാണ് ഋഷഭ് ഷെട്ടിയുടെ കാന്താര. ചിത്രത്തിന്റെ അടുത്ത ഭാഗത്തിന് വേണ്ടിയാണ് പ്രേക്ഷകർ കാത്തിരിക്കുന്നത്. ചിത്രം 2025 ഒക്ടോബർ 2-ന് ഗാന്ധി ജയന്തിയോടനുബന്ധിച്ച് റിലീസ് ചെയ്യുമെന്നാണ് റിപ്പോർട്ടുകൾ. 2024-ൽ ഫൈറ്ററിന് ലഭിച്ച മോശം പ്രതികരണത്തിന് ശേഷം 2025-ൽ വാർ 2 എന്ന പാട്രിയോട്ടിക് ആക്ഷൻ ത്രില്ലറുമായി എത്താനൊരുങ്ങുകയാണ് ഹൃതിക് റോഷൻ. ജൂനിയർ NTR ഹൃതിക്കിനൊപ്പം പ്രധാന വേഷത്തിലെത്തും. അയൻ മുഖർജി സംവിധാനം ചെയ്ത് ആദിത്യ ചോപ്ര നിർമ്മിക്കുന്ന ചിത്രം 2025 ഓഗസ്റ്റ് 14-ന് തിയേറ്ററുകളിലെത്തും. KGF ചിത്രങ്ങൾക്ക് ശേഷം സൂപ്പർ താരം യശ് നായകനായി എത്തുന്ന ഏറ്റവും പുതിയ ചിത്രമാണ് ഗീതു മോഹൻദാസ് തിരക്കഥ എഴുതി സംവിധാനം ചെയ്യുന്ന ടോക്സിക്. 2025 ഏപ്രിലിൽ ചിത്രം തിയേറ്ററുകളിൽ എത്തുമെന്നാണ് ഔദ്യോഗികമായി റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. സൽമാൻ ഖാന്റെ വരാനിരിക്കുന്ന ചിത്രമാണ് സിക്കന്ദർ. R മുരുകദോസ് സംവിധാനം ചെയ്യുന്ന ഈ ആക്ഷൻ ചിത്രത്തിൽ രശ്മിക മന്ദാനയാണ് നായികയായി എത്തുന്നത്. 2025-ലെ ഈദ് റിലീസായാണ് ചിത്രം എത്തുക. ദളപതി വിജയുടെ അവസാന ചിത്രമാണ് ദളപതി 69. പൂജ ഹെഗ്ഡെയാണ് നായികയായി എത്തുന്നത്. ചിത്രം 2025 ഒക്ടോബറിൽ തിയേറ്ററിലെത്തും. മഹിഴ് തിരുമേനിയുടെ സംവിധാനത്തിൽ അജിത് കുമാർ നായകനാകുന്ന പുതിയ ചിത്രമാണ് വിടാമുയർച്ചി. ഈ വർഷം പൊങ്കലിന് എത്താനിരുന്ന സിനിമയാണെങ്കിലും റിലീസ് മാറ്റിവെച്ചിരിക്കുകയാണ്. ഏറെ പ്രതീക്ഷയോടെയാണ് ആരാധകർ സിനിമയ്ക്കായി കാത്തിരിക്കുന്നത്. കാർത്തിക് സുബ്ബരാജിന്റെ സംവിധാനത്തിൽ എത്തുന്ന സൂര്യ ചിത്രമാണ് റെട്രോ. പൂജ ഹെഗ്ഡെയാണ് ചിത്രത്തിൽ നായികയായി എത്തുന്നത്. മലയാളി താരങ്ങളായ ജോജു ജോർജ്, ജയറാം, കരുണാകരൻ എന്നിവരും ചിത്രത്തിലുണ്ട്. ചിത്രം 2025 തുടക്കത്തിൽ എത്തുമെന്നാണ് റിപ്പോർട്ടുകൾ. രജനീകാന്തിനെ നായകനാക്കി തെന്നിന്ത്യൻ സെൻസേഷൻ ലോകേഷ് കനകരാജ് സംവിധാനം ചെയ്യുന്ന ഏറ്റവും പുതിയ ചിത്രമാണ് കൂലി. ചിത്രം ഈ വർഷം തിയേറ്ററുകളിലെത്തും. തെന്നിന്ത്യൻ സിനിമയെ ഏറ്റവും കൂടുതൽ പ്രതീക്ഷയുള്ള സിനിമയാണ് മണിരത്നം, കമൽഹാസൻ കൂട്ടുകെട്ടിൽ പുറത്തിറങ്ങാനിരിക്കുന്ന തഗ് ലൈഫ്. തൃഷയാണ് ചിത്രത്തിൽ നായികയായി എത്തുന്നത്. 2025 ജൂൺ 5-നാണ് ചിത്രം തിയേറ്ററുകളിലെത്തുക. രാം ചരണിനെ നായകനാക്കി ശങ്കർ സംവിധാനം ചെയ്യുന്ന പൊളിറ്റിക്കൽ ആക്ഷൻ ത്രില്ലർ ചിത്രമാണ് ഗെയിം ചേഞ്ചർ. ഏറെ നാളത്തെ കാത്തിരിപ്പിന് ശേഷം സംക്രാന്തി റിലീസായി ചിത്രം 2025 ജനുവരിയിൽ തിയേറ്ററിലെത്തും. അജിത് നായകനാകുന്ന ഏറ്റവും പുതിയ ചിത്രമാണ് ആദിക് രവിചന്ദ്രൻ സംവിധാനം ചെയ്യുന്ന ഗുഡ് ബാഡ് അഗ്ലി. ചിത്രം ജനുവരി 10-ന് എത്തുമെന്നാണ് റിപ്പോർട്ടുകൾ. KGF സംവിധായകൻ പ്രശാന്ത് നീലിന്റെ സംവിധാനത്തിലെത്തിയ ചിത്രമാണ് സലാർ. പ്രഭാസ് നായകനായ ചിത്രത്തിന്റെ രണ്ടാം ഭാഗം 2025 ഓഗസ്റ്റിൽ തിയേറ്ററിലെത്തുമെന്നാണ് റിപ്പോർട്ടുകൾ. പ്രഭാസിനെ നായകനാക്കി മാരുതി തിരക്കഥ എഴുതി സംവിധാനം ചെയ്യുന്ന ഹൊറർ കോമഡി ചിത്രമാണ് രാജസാവ്. ആരാധകർക്ക് വിരുന്നൊരുക്കാൻ 2025 ഏപ്രിൽ 10-ന് ചിത്രം തിയേറ്ററുകളിലെത്തും. മലയാളത്തിൽ ആദ്യമായി 200 കോടി ക്ലബിലെത്തിയ ചിത്രം ലൂസിഫറിന്റെ രണ്ടാം ഭാഗമാണ് എമ്പുരാൻ. എമ്പുരാൻ മാർച്ച് 27-ന് തിയേറ്ററുകളിലെത്തും. അമീർ ഖാൻ നായകനായി വരാനിരിക്കുന്ന ചിത്രമാണ് സിത്താരെ സമീൻ പർ. താരെ സമീൻ പറിന്റെ രണ്ടാം ഭാഗമായാണ് ചിത്രം എത്തുന്നതെന്ന് റിപ്പോർട്ടുകൾ വന്നിരുന്നു. RS പ്രസന്റിയാണ് സംവിധാനം ചെയ്യുന്നത്. ചിത്രം 2025-ൽ എത്തുമെന്നാണ് റിപ്പോർട്ടുകൾ. കങ്കണ റണാവത്തിന്റെ എമർജൻസി ഈ വർഷം തിയേറ്ററിലെത്തും. ചിത്രത്തിന്റെ സംവിധാനവും നിർമ്മാണവും കങ്കണ തന്നെയാണ്. ജനുവരി 17-നാണ് സിനിമ റിലീസ് ചെയ്യുന്നത്. ഇന്ത്യൻ 2 ഫ്ലോപ്പ് ആയെങ്കിലും ഇന്ത്യൻ 3 എത്തുമെന്ന പ്രഖ്യാപനം ആരാധകർക്ക് ആശ്വാസം പകർന്നിരുന്നു. ഇന്ത്യൻ ദാത്ത ട്രോൾ മെറ്റീരിയൽ ആയെങ്കിലും മൂന്നാം ഭാഗം ഗംഭീരമാകുമെന്നാണ് ആരാധകരുടെ പ്രതീക്ഷ. ലോകേഷ് കനകരാജ് എന്ന സംവിധായകനെ അടയാളപ്പെടുത്തിയ സിനിമയാണ് കൈദി. ചിത്രത്തിന്റെ രണ്ടാം ഭാഗം ഉടൻ ആരംഭിക്കുമെന്നാണ് റിപ്പോർട്ടുകൾ. ധനുഷ് സംവിധാനം ചെയ്യുന്ന ഏറ്റവും പുതിയ ചിത്രമാണ് ഇഡ്ലിക്കട. ധനുഷ് തന്നെയാണ് ചിത്രത്തിലെ കേന്ദ്ര കഥാപാത്രത്തെ അവതരിപ്പിക്കുന്നത്. 2025 ഏപ്രിൽ 10-ന് ആഗോള റിലീസായി ചിത്രം തിയേറ്ററിലെത്തും. ലോകേഷ് കനകരാജ് സിനിമാറ്റിക് യൂണിവേഴ്സിലെത്തുന്ന രാഘവ ലോറൻസ് ചിത്രം ബെൻസ് അണിയറയിൽ ഒരുങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ഭാഗ്യരാജ് കണ്ണനാണ് ചിത്രം സംവിധാനം ചെയ്യുന്നത്. നിരവധി സിനിമകളാണ് ഈ വർഷം തിയേറ്ററുകളിൽ എത്താനൊരുങ്ങുന്നത്. എന്നാൽ ഇതിൽ ഏതൊക്കെ സൂപ്പർ ഹിറ്റുകളാകും, ഫ്ലോപ്പ് ആകും എന്നതിൽ ആരാധകർക്കും ആശങ്കയാണ്.